നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പ്രശംസ നമ്മെ സന്തോഷിപ്പിക്കുകയും പരിഹാസവും വിമർശനവും നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലാണ് നമ്മുടെ സന്തോഷവും സങ്കടവും എന്ന് പറയാം. ചിലർ നമ്മുടെ പാതയിൽ പുഷ്പങ്ങൾ വർഷിക്കുമ്പോൾ മറ്റു ചിലർ നമ്മുടെ പാതയിൽ മുള്ളുകളായിരിക്കും വിതറുന്നത്. ഇന്നു നമുക്കായി പുഷ്പങ്ങൾ അർപ്പിക്കുന്നവർ നമ്മെ നാളെ കല്ലെറിഞ്ഞേക്കാം. നേരെ മറിച്ചും സംഭവിക്കാം. ഒരു ജീവിത സാഹചര്യത്തെ നല്ലതെന്നു കരുതി സ്വീകരിക്കുകയും മറ്റൊരു ജീവിത സാഹചര്യത്തെ ചീത്തയെന്നു കരുതി മനസ്സ തിരസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് സന്തോഷവും ദുഃഖവും ഉണ്ടാവുന്നത്. അതിനാൽ മനസ്സിന്റെ സമത്വം പരിശീലിക്കുന്നതിനായി ഈശ്വരൻ നമുക്ക് തന്ന അവസരമായി കണ്ട് അത്തരം സാഹചര്യങ്ങളെ സമഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. സന്തോഷിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്നാണോ ഇതിനർത്ഥം എന്ന് ചോദിക്കാം. സന്തോഷിക്കരുത് എന്നല്ല, സന്തോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അതിരുവിട്ട് സന്തോഷിച്ചാൽ വിപരീതമായ സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആകെ തളർന്നു പോയെന്ന് വരാം. ദുഃഖവും സുഖവും സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ സ്വഭാവമാണ്. സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നാം സന്തോഷിക്കും, ദുഃഖകരമായ സാഹചര്യങ്ങളിൽ ദുഃഖം വരികയും ചെയ്യും. അത് സ്വാഭാവികമാണ്. എന്നാൽ ദുഃഖം നമ്മെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കരുത്. അതിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം. അതിന് കഴിയണമെങ്കിൽ സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും അത്തരമൊരു സംയമനം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമഭാവം വേണമെന്ന് പറയുന്നത്. ഒരു കുട്ടി കടൽ തീരത്തെ മണൽപ്പരപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരമാല വന്ന് അവന്റെ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോയി. സമുദ്രം ഒരു കള്ളനാണ് എന്ന് ആ കുട്ടി മണലിൽ എഴുതി. അതേ ദിവസം ഒരു മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ നിന്ന് പതിവിലും അധികം മീൻ കിട്ടി. അയാൾ സന്തോഷത്തോടെ മണലിൽ എഴുതി, സമുദ്രം എന്റെ അഭയ സ്ഥാനമാണ്. കടലിൽ കുളിക്കാനിറങ്ങിയ ഒരു യുവാവിനാകട്ടെ അടിയൊഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. ആ യുവാവിന്റെ അച്ഛൻ മണലിൽ എഴുതി, സമുദ്രം ഒരു കൊലയാളിയാണ്. അന്നു തന്നെ ഒരു മുങ്ങൽ വിദഗ്ധൻ സമുദ്രത്തിൽ നിന്ന് ഒരു മുത്ത് ലഭിച്ചു. അയാൾ തീരത്ത് വന്ന് മണലിൽ എഴുതി, സമുദ്രമാണ് യഥാർത്ഥ ദാതാവ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൂറ്റൻ തിരമാല കരയിലേക്ക് അടിച്ചു കയറി. അവർ 4 പേരും എഴുതിയതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. വിവിധ വ്യക്തികൾ സമുദ്രത്തെ എങ്ങനെ വീക്ഷിച്ചു എന്നത് സമുദ്രത്തെ അല്പം പോലും സ്പർശിച്ചില്ല. എന്നതുപോലെ സ്തുതി നിന്ദകളും മാനാപമാനങ്ങളും മഹാത്മാക്കളെ അല്പം പോലും ബാധിക്കുന്നില്ല. ഇത്തരം മനസ്സാണ് നമ്മളും വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ മനഃശാന്തി ഇന്ന് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുകയാണ്. ബാഹ്യമായ ഏതു സാഹചര്യത്തിലും ഇളക്കം തട്ടാത്ത വിധം മനഃശാന്തി നിലനിർത്താൻ ബോധപൂർവമായ പ്രയത്നം കൂടിയേ തീരൂ. ജീവിതത്തിലെ ജയപരാജയങ്ങളെയും ഉയർച്ച താഴ്ചകളെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകൂ.